ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ് സെൻസർ. ഹായ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. ഓക്കെ. ഇത് യൂട്യൂബിലിടും ആസ് എ കേസ് സ്റ്റഡി, കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. എന്താ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? ഈ 15 to 20 മിനിറ്റ്സിന്റെ ഒരു കൺവെർസേഷൻ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായി വരും. വാട്ട് ഇസ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ്? എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ മാറ്റാനായിരുന്നു. ക്യാരക്ടറോ? ഓക്കെ. ഓക്കെ. എന്താ വെച്ചാല് ഞാൻ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ കുറ്റങ്ങളെ, കുറവുകളൊക്കെ പറയില്ലേ, അത് പറയുന്നതിനേക്കാളും കുഴപ്പം എനിക്ക് അതിൽ ഭയങ്കര കുറ്റബോധമാണ്. ഞാൻ എന്തിനാ അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു? കുറ്റങ്ങൾ, കുറവുകൾ എല്ലാവർക്കും ഉള്ളതല്ലേ, നമ്മളും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ പല പ്രാവശ്യം ആരുടെയും എന്തെങ്കിലും കാര്യം കേട്ടെങ്കിൽ ആരെടുത്തും ഷെയർ ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാമോ? ഒരു ഉദാഹരണം എന്ന് വെച്ചാല്, ഇപ്പം എന്റെ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അത് ആരടുത്തും പറയണ്ടെന്ന് വെച്ചതായിരിക്കാം. ഓക്കെ. ഞാൻ പക്ഷേ അത് വേറൊരാളുടെ അടുത്ത് സംസാരിക്കുന്ന ഫ്രണ്ട്ലി ഡോക്ടറിന്റെ കുട്ടിയുടെ അത് ഞാൻ പറഞ്ഞു അവരെടുത്ത് പറയും. അപ്പൊ പിന്നെ പറഞ്ഞത് ഞാൻ വിചാരിക്കും ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ആലോചിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാണ്. ചിലപ്പോ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അവരിപ്പോ നമ്മുടെ താരത്തിൽ ഷെയർ അങ്ങനെ ഒന്നും ഇങ്ങനെ മനസ്സിലിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് എനിക്ക് ഏറ്റവും പ്രശ്നം ഞാൻ വേറൊരാളുടെ കുറ്റങ്ങൾ മറ്റൊരാളോട് പറയുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതിങ്ങനെ പറയാതെ ഇരിക്കാൻ, എനിക്ക് മനസ്സിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാം. ഓക്കെ. ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, ഇപ്പം എ എന്ന് പറഞ്ഞ ഒരാളെ കുറ്റം നിങ്ങൾ ബി എന്ന് പറഞ്ഞ ആളോടാണോ പറയണത്, അല്ലെങ്കിൽ എയിലുള്ള കുറവുകൾ എനോട് തന്നെയാണോ പറയണത്? വേറൊരാളോടാണ് പറയുന്നത്. അത് നല്ലതാണോ? അല്ല, ചീത്തയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാൻ പൊതുവെ ഞാൻ ആരടുത്തും അധികം സംസാരിക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ ഞാനിങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയണ്ടെന്നുള്ളത്? ഇല്ല. പക്ഷെ ഞാൻ ആരുടെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് പറയാറുണ്ട് അതങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യാൻ അത് ചെയ്യരുത് എന്ന് പറയും. അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ 3 പേര് ഇരിക്കണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളും വേറെ വ്യക്തിയും ഞാനും ആണെന്ന് വിചാരിക്കാം. ആ രണ്ടാമത്തെ വ്യക്തി ഇന്നേറ്റ് പോയ ഉടനെ തന്നെ നിങ്ങൾ എന്നോട് ആ വ്യക്തിനെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കറിയാം ഞാൻ ഇന്നേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പറ്റി കുറ്റം മറ്റൊരാളോട് പറയുമെന്നുള്ളത്. ശരിയല്ലേ? ഉറപ്പല്ലേ? അത് വിശ്വസിക്കണ്ടോ? അപ്പം നിങ്ങളുടെ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഈസിയാണോ വളർത്തിയെടുക്കാൻ? എളുപ്പത്തിൽ പൊട്ടുമോ? ഉറപ്പല്ലേ? ട്രസ്റ്റ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ല. ഉറപ്പല്ലേ? റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ല. ഉറപ്പല്ലേ? ഗ്രോത്ത് ഇല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല. ഉറപ്പല്ലേ? ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ലീഡർഷിപ്പ് ഇല്ല. ഉറപ്പല്ലേ? ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ സക്സസ് ഇല്ല. ഉറപ്പല്ലേ? അപ്പൊ ആരെടുത്താണ് ഇതിന്റെ കൺട്രോൾ ഉള്ളത്? നിങ്ങളെ ഹസ്ബൻഡ് അടുത്താണോ അല്ലെ മറ്റുള്ള ആളുടെ അടുത്താണോ? അത് ഉറപ്പല്ലേ? അത് വിശ്വസിക്കണ്ടോ നിങ്ങൾ? നിങ്ങൾ ഇത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ആദ്യം? ഞാൻ പറഞ്ഞു പോവാണ്. അത് അടുത്ത പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ടോ? ജോലിയുണ്ട്. ഓക്കെ. നാട്ടിലാണോ വെളിയിലാണോ? നാട്ടിലാണ്. ഇത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം പറയണ്ടോ? വളരെ കുറവാണ്. കാരണം എനിക്ക് ഫ്രീ ടൈംസ് കുറവാണ്. പിന്നെ എന്നാലും ഒരു ആവറേജ് എത്ര തവണ ഇത് പോവും? ആക്ച്വലി ഞാൻ കൂടുതലായി സംസാരിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിലാണ്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഫാമിലി ഗാദറിംഗ് ഉണ്ടാവും. അപ്പൊ ആ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാനിത് കൂടുതലായി സംസാരിക്കുന്നത്. ഓക്കെ.
ഒരേ ദിവസത്തിന് പല പ്രാവശ്യം കുറ്റങ്ങൾ വരുമോ? അങ്ങനെയുണ്ടോ? ഇല്ല ഒരു ദിവസം പൊതുവേ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഫ്രീ ആയിട്ട് ദിവസം ഒന്നേ പുറത്ത് വിടുള്ളൂ, ഒന്നിന്റെ മേലെ പോകില്ലെന്ന് ചോദിച്ചത്. അങ്ങനെ കൂടുതൽ വരും, ഒന്നും അറിയില്ല. അപ്പൊ നമുക്കൊരു കൂടുതൽ കണ്ടീഷൻ വരും. നമുക്കൊരു കണ്ടീഷൻ വെക്കാം. ഉം. ഓക്കെ, റെഡിയാണോ? ഞാൻ റെഡിയാ. എന്നെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണോ? റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ്, അത് പാലിക്കുമോ? പാലിക്കാം. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ ആരാന്ന് പറയണ്ട, ജോലി എന്താന്ന് പറയണ്ട, പക്ഷെ എനിക്ക് നിങ്ങൾ സാലറി എത്രയെന്ന് അറിയണം. എത്രയാണ് നിങ്ങൾ സാലറി? ആക്ച്വലി നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് എന്നാലും ഹസ്ബൻഡിന്റെ അപ്പൊ കൂടെ. നിങ്ങൾക്കൊരു ഇൻകം എത്രയുണ്ട്? എനിക്ക് ആക്ച്വലി എന്റെ കയ്യിൽ ഹസ്ബൻഡ് തരുന്നത് ഒരു 20 ആണ്. ഓക്കെ, ഗുഡ്. അത് മതി. നിങ്ങൾ എന്താ ചെയ്യണം ഒന്നും പറഞ്ഞു. 20,000. ആ 20,000 നിങ്ങൾ മന്ത് എൻഡ് ആകുമ്പോഴേക്കും എത്ര കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര ചിലവാക്കിണ്ട്, ബാക്കി എത്ര ഉണ്ടാവുക ഒരു മാസം കഴിഞ്ഞാൽ? ഒരു 10 ഒക്കെ ബാക്കി ഉണ്ടാവും. കാരണം എന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് തന്നെ ചെയ്തു തരുന്നോണ്ട് ബാക്കി 10 ഒക്കെ ഉണ്ടാവും. തീർച്ചയായും. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ വെക്കാൻ പോവാണ് ഞാൻ. ഉറപ്പല്ലേ? 0 to 10 എത്ര ഉറപ്പാണ്? പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ശരിയാണോ? ശരിയാ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ അടുത്ത പ്രാവശ്യം കുറ്റം പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ 1000 റുപ്യ നിങ്ങൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യും. റെഡിയാണോ? റെഡിയാണ്. 10 പ്രാവശ്യം കഴിയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ അടുത്ത മാസത്തിന് എൻഡിൽ 0 ആയിരിക്കും, നിങ്ങളുടെ പൈസ ഒന്നും ഉണ്ടാവില്ല പോക്കറ്റിൽ. ഈ വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് സെൽഫ് ഇവാലുവേഷന്, സെൽഫ് കറക്ഷൻ ഇതിന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതിന് ROCK എന്നും പറയും. ROCK എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്ത് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറ്റങ്ങൾ പറയേണ്ടത്. നിങ്ങളെ ഹസ്ബൻഡും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറ്റം നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്തു. നിങ്ങൾ ഈ ഒരു കാര്യം എന്നോട് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഓൺ ചെയ്തു. ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ കുറ്റങ്ങൾ പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചു, ഓണർഷിപ്പ് ഏറ്റെടുത്തു. ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് കമ്മിറ്റ്മെൻറ്റാണ്. ROC എന്നാണ്, കമ്മിറ്റ്മെൻറ്റാണ്. അതായത് ഇനി ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫൈന് കൊടുക്കും. ഒരു 1000 റുപ്യ ആർക്കെങ്കിലും, അതായത് ഡൊണേഷനായിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് ഞാൻ കൊടുക്കും. ആ തെറ്റ് ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ശിക്ഷ എന്നല്ല ഇതിന് പറയാം, ഞാൻ ചെയ്യുന്ന ഒരു അതിന് വേറെ സൊല്യൂഷനാണിത്. ഞാൻ നന്നാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ, ഞാൻ ആർക്കെങ്കിലും 1000 റുപ്യ കൊടുക്കും. റെഡിയാണോ നിങ്ങൾ? 0 to 10 എത്ര റെഡിയാണ് നിങ്ങൾ? 0 to 10 റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ഓക്കെ, എന്ന് മുതൽ ഇത് തുടങ്ങാൻ പറ്റും? ഉറപ്പാണോ? ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ക്ലാരിറ്റി കിട്ടിയോ? ഇത് ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഫോളോ ചെയ്യാൻ പറ്റും. ജീവിതകാലം മുഴുവത്തിലുള്ള ഫോളോവറാണ് കേട്ടോ. എല്ലാം ഒരു ദിവസം 2 ദിവസം 1 മാസമല്ല, ജീവിതം മുഴുവൻ ഫോളോ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ നമ്മൾ അഗ്രിമെൻ്റ് ഒക്കെ ചെയ്യണ പോലെ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ അംഗീകരിക്കാൻ പറ്റും. വേറെ ആരില്ല, ഞാനും കേൾക്കുന്ന വേറെ ആരില്ല. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഇൻറ്റഗ്രിറ്റിൻ്റെ വ്യക്തി ആയിരിക്കണം. അത് നിങ്ങൾ പറഞ്ഞ വേറെ ആരോ കേൾക്കുന്നുണ്ട്, ഇരുട്ടത്തും കേൾക്കുന്നുണ്ട്, വെളിച്ചത്തും കേൾക്കുന്നുണ്ട്, ആരില്ലാത്തപ്പോഴും കേൾക്കുന്ന ആരും ഉണ്ട്. മനസ്സിലാണോ നിങ്ങൾക്ക്? ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾ. അതായത് ഞാൻ ഇനി പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ 1000 റുപ്യ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നതാണെന്നുള്ള തീരുമാനിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. ശരിയല്ലേ? ശരിയാണ്. പിന്മാറാൻ എന്തോ എല്ലാ ആഗ്രഹമുണ്ടോ? പിന്മാറില്ല, മുന്നോട്ട് പോകാനാണ്. ഉറപ്പല്ലേ? 0 to 10. 0 to 10 എത്ര ഉറപ്പാ? എത്ര? ഞാൻ കേട്ടില്ല. 0 to 10 എത്ര ഉറപ്പാണ്? 10 ഉറപ്പാ. ഓ ഗ്രേറ്റ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.